നമസ്കാരം. കോൺഗ്രസിൽ മുഖ്യമന്ത്രി ചർച്ചകൾ തെരുവിലേക്ക് വലിച്ചിഴക്കപ്പെട്ടതിന് പിന്നാലെ പ്രതികരണവുമായി വി.ഡി. സതീശൻ. ചേരിതിരിഞ്ഞ് പ്രകടനങ്ങൾ നടത്തുന്നതും ഫ്ലക്സുകൾ സ്ഥാപിക്കുന്നതും അവസാനിപ്പിക്കണമെന്ന് വി.ഡി. സതീശൻ ഫേസ്ബുക്ക് കുറിപ്പിൽ ആവശ്യപ്പെടുകയായിരുന്നു. തൃശൂരിലും തിരുവനന്തപുരത്തും കോഴിക്കോട്ടും മലപ്പുറത്തും ഇടുക്കിയിലും വി.ഡി. സതീശൻ അനുകൂലികൾ പ്രകടനം നടത്തുന്നതിനിടെയാണ് വി.ഡി. സതീശന്റെ അഭ്യർത്ഥന പുറത്തുവന്നിരിക്കുന്നത്. 102 സീറ്റുമായി കോൺഗ്രസിന്റെയും യു.ഡി.എഫിന്റെയും ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയമാണ് നമ്മൾ നേടിയത്. കോൺഗ്രസ് നിയമസഭാ കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കാനുള്ള ആദ്യഘട്ട നടപടികൾ പൂർത്തിയായി. രണ്ടാം ഘട്ട നടപടികളിലേക്ക് AICC കടക്കുന്നു. നമുക്കിത് സന്തോഷത്തിന്റെയും അഭിമാനത്തിന്റെയും നിമിഷങ്ങളാണ്. ഇത്തരമൊരു സാഹചര്യത്തിൽ പാർട്ടിക്കും മുന്നണിക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒന്നും നേതാക്കളുടെയും പ്രവർത്തകരുടെയും ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ പാടില്ല. ചേരിതിരിഞ്ഞ് പ്രകടനങ്ങൾ നടത്തുന്നതും ഫ്ലെക്സുകൾ സ്ഥാപിക്കുന്നതും ഒഴിവാക്കണം. അത്തരം നടപടികളിൽ നിന്ന് പ്രിയപ്പെട്ട കോൺഗ്രസ് യു.ഡി.എഫ് പ്രവർത്തകർ പിന്മാറണമെന്ന് സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. ഇതായിരുന്നു സതീശന്റെ ഫേസ്ബുക്ക് കുറിപ്പ്. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ തിളക്കമാർന്ന വിജയത്തിന് പിന്നാലെ കോൺഗ്രസിൽ ചൂടുപിടിച്ച മുഖ്യമന്ത്രി ചർച്ച അന്തിമഘട്ടത്തിലേക്ക്. ഏറ്റവും പുതിയ MLA-മാരുടെ പിന്തുണ ലഭിച്ച AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ മുഖ്യമന്ത്രി സ്ഥാനം ഏതാണ്ട് ഉറപ്പിച്ചു എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. വി.ഡി. സതീശനായി ജനമനസ്സുകളിൽ വലിയ തരംഗമുണ്ടായെങ്കിലും പാർട്ടിക്കുള്ളിലെ സമവാക്യങ്ങൾ KCക്ക് അനുകൂലമായി മാറുന്ന കാഴ്ചയാണ് ദൃശ്യമാകുന്നത്. KC വേണുഗോപാൽ തന്നെ മുഖ്യമന്ത്രി പദവിയിലേക്ക് എത്തുമെന്നാണ് ഹൈക്കമാൻഡ് വൃത്തങ്ങളിൽ നിന്നുള്ള പുതിയ വിവരം. ജനപിന്തുണയിൽ വി.ഡി. സതീശൻ ബഹുദൂരം മുന്നിലെത്തിയെങ്കിലും MLA-മാരുടെ പിന്തുണയും പാർട്ടിയിലെ ഗ്രൂപ്പ് സമവാക്യങ്ങളുമാണ് വേണുഗോപാലിന് തുണയായത്. വി.ഡി. സതീശന് വേണ്ടി സംസ്ഥാനമൊട്ടാകെ പ്രവർത്തകർ തെരുവിലിറങ്ങുകയും ശക്തമായ ജനവികാരം ആഞ്ഞടിക്കുകയും ചെയ്തുവെങ്കിലും MLA-മാരുടെ പിന്തുണയും ഹൈക്കമാൻഡിന്റെ രാഷ്ട്രീയ താൽപര്യങ്ങളും വേണുഗോപാലിന് അനുകൂലമായതോടെയാണ് ചിത്രം മാറിയത്. മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ ഹൈക്കമാൻഡ് നിയോഗിച്ച നിരീക്ഷകരായ മുകുൾ വാസ്നിക്കും അജയ് മാക്കനും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയ്ക്ക് സമർപ്പിച്ച റിപ്പോർട്ടിൽ ഭൂരിഭാഗം MLA-മാരും KC വേണുഗോപാലിനെയാണ് പിന്തുണയ്ക്കുന്നതെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. മുഖ്യമന്ത്രി ചർച്ചകൾക്കിടയിൽ AICC നിരീക്ഷകൻ മുകുൾ വാസ്നിക്കിന്റെ കൈവശമിരുന്ന രഹസ്യരേഖ പുറത്തുവന്നത് കോൺഗ്രസ് കേന്ദ്രങ്ങളെ ഞെട്ടിച്ചിരിക്കുകയാണ്. ദി ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് ഫോട്ടോഗ്രാഫർ പകർത്തിയ ദൃശ്യങ്ങളിൽ ആരുടെയും പക്ഷം ചേരുന്നില്ലെന്ന് പ്രഖ്യാപിച്ചിരുന്ന KPCC പ്രസിഡന്റ് സണ്ണി ജോസഫും തൃക്കരിപ്പൂർ MLA സന്ദീപ് വാര്യരും KC വേണുഗോപാലിനെയാണ് പിന്തുണച്ചതെന്ന് വ്യക്തമാകുന്നു. രമേശ് ചെന്നിത്തലയുടെ അതിവിശ്വസ്തനായിരുന്ന IC ബാലകൃഷ്ണൻ പോലും KC വേണുഗോപാലിനെ പിന്തുണയ്ക്കുകയോ അല്ലെങ്കിൽ ചെന്നിത്തലയുടെ പേര് നിർദ്ദേശിക്കുകയോ ചെയ്യുന്ന നിലപാടാണ് സ്വീകരിച്ചത്.